എല്ലാ രാജ്യങ്ങളിലും ഇതേപോലുള്ള സ്കിൽസ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഗവൺമെൻറ് സൗജന്യമായിട്ടാണ് സാധാരണ ചെയ്യാറ്. നമ്മളെ നാട്ടിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ, പ്രത്യേകിച്ച് പ്രൈവറ്റ് വിദ്യാഭ്യാസത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, കുട്ടികൾ ഫീസ് അടയ്ക്കുന്നതോടൊപ്പം തന്നെ ഗവൺമെൻറ് അതിൻ്റെ മേലെ GST ചാർജ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു എന്താ പറയുക, ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പാരൻസിനെ സംബന്ധിച്ചോളം. അതായത് 1 ലക്ഷം രൂപ ഫീസുള്ള ഒരു കോഴ്സാണ് എന്നുണ്ടെങ്കിൽ 1,18,000 രൂപ അടയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സാധാരണ മറ്റ് രാജ്യങ്ങളിലൊക്കെ GST ഇല്ല എന്ന് മാത്രമല്ല, ഈ കോഴ്സുകളൊക്കെ ഗവൺമെൻറ് തന്നെ പലതും ഫണ്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 18 ഇല്ലെങ്കിലും ഒരു ചെറിയ ശതമാനത്തിലേക്ക് എന്തെങ്കിലും കുറയ്ക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ശരിക്കും ഒരു വിദ്യാഭ്യാസ മേഖല എന്നുള്ള ആൾ എന്നുള്ള രീതിയിലുണ്ട്. ഇപ്പോൾ 4 ദിവസം മുന്നേ വിൻഡോസ് ചെറിയൊന്ന് പണി മുടക്കിയപ്പോൾ തന്നെ ലോകം തന്നെ ഒന്ന് സ്റ്റക്കാവുന്ന രീതിയിലേക്കാണ് ഉള്ളത്. അപ്പോൾ ടെക്നോളജി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നോളജിക്ക് നല്ല പ്രാധാന്യം കൊടുക്കുക, അത് പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള നല്ല പ്രാധാന്യം കൊടുക്കുക. അതിന് നല്ല രീതിയിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് അലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഹ്യൂമൻ റിസോഴ്സുകൾ ഇനിയും നമ്മളെ നാട്ടിൽ വാർത്തെടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്.